തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു തിരിച്ചടി LDF-നുണ്ടായി. CPM അത് ഏറ്റെടുക്കൽ ഓൺ ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ആ അർത്ഥത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം വിലയിരുത്താൻ വേണ്ടി പലകുറി യോഗങ്ങൾ ചേർന്ന് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതെ, ഇന്നിപ്പോൾ നിർണായക LDF യോഗം ചേരുകയാണ്. എല്ലാ പാർട്ടികളും സ്വന്തം നിലയ്ക്ക് നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുന്നണി ചർച്ച ചെയ്യുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇടകീറി പരിശോധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടെന്ന് CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. AK ബാലന്റെ വിവാദ പ്രസ്താവനയും ഇന്ന് ചർച്ചയായേക്കും. സേഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വളരെ നിർണായകമായ യോഗം ചേരാനിരിക്കുകയാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള CPM വിലയിരുത്തലുകൾ, ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു, വിലയിരുത്തലുകൾ നടന്നു കഴിഞ്ഞു. അപ്പോഴും പലതരത്തിലുള്ള ഘടകങ്ങളും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CPM പറയുന്നത്. ഇന്നിപ്പോൾ ഘടകകക്ഷികളുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ കൂടി അറിയാനിരിക്കുകയാണ്. ഈ എല്ലാം പരിശോധിച്ചായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്കല്ലേ? അതെ, ഗുഡ് മോർണിംഗ് അമൃത, സൈഫു. ഇന്ന് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നണി യോഗമാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ വിവാദങ്ങൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPM എടുത്തിട്ടുണ്ട്. അതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മിഷൻ 110 എന്നുള്ള ഒരു പദ്ധതി രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം എങ്കിലും പകുതിയോടെങ്കിലും തെരഞ്ഞെടുപ്പുണ്ടാകും എന്ന വിലയിരുത്തലാണ് നിലവിൽ CPM നേതൃത്വമുള്ളത്. അതുകൊണ്ട് ഇനിയും വിവാദങ്ങളിൽ ചുറ്റിത്തിരിയേണ്ടതില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായാലും എന്തായാലും ഇനി വിവാദങ്ങളിൽ ചുറ്റിത്തിരിയേണ്ടതില്ല എന്ന തീരുമാനം CPM നേതൃത്വം എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്, കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഓരോ പാർട്ടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി വിശദമായി പഠിച്ച് അവരുടെ വിലയിരുത്തൽ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കട്ടെ, എന്നിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കഴിഞ്ഞ മുന്നണി യോഗം പിരിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വിശകലനം നടത്തി. ആദ്യം CPM-ലേക്ക് തന്നെ വരാം. CPM എടുത്തിരിക്കുന്ന നയസമീപനം, ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നയസമീപനം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. മറ്റ് പല ഘടകങ്ങളും ചേർന്നതിനൊപ്പം തന്നെ ഒരു ഘടകമായി മാത്രം ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ കണ്ടാൽ മതി. അല്ലാതെ അത് മാത്രമായിട്ട് കണ്ട് അത് മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന് പറയാൻ കഴിയില്ല. ആ വിവാദത്തെ അങ്ങനെ കാണേണ്ടതില്ല എന്ന നിലപാടാണ് CPM-നുള്ളത്. CPI ആണെങ്കിൽ വ്യത്യസ്ത സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദവും ഭരണ വിരുദ്ധ വികാരവും ആന്റി ഇൻകംപൻസിയും തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ അവർ വിലയിരുത്തുന്നുണ്ട്. അത് മറച്ചു പിടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുമ്പോൾ എന്താണോ ബോധ്യപ്പെടുന്നത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് നേതാക്കന്മാർ പരസ്യമായി രഹസ്യമായും പറയുന്നുണ്ട്. അത് CPM-നെ ഉദ്ദേശിച്ചാണ് CPI നേതാക്കൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണപ്പാളിയും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്ന് വിലയിരുത്തലാണ് CPI നേതൃത്വത്തിനുള്ളത്. മറ്റ് ഘടകകക്ഷികൾക്കും സമാനമായ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവും ശബരിമല വിവാദവും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മറ്റ് ഘടകകക്ഷികളും വിലയിരുത്തുന്നത്. അമൃത, സൈഫു.